ഇതൊരു ടി വി അല്ല, പിന്നെ എന്താണ്? അതായത് ഒരു ടി വിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെക്കാൾ അപ്പുറം നിരവധി ഫീച്ചറുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ്. ഈ ഒരു ഡിവൈസിന്റെ പേരെന്ന് പറയുന്നത് AI ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. ഇംപെക്സ് എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ ഒരു പ്രോഡക്റ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടി വിയിൽ ചെയ്യുന്നതിനേക്കാൾ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് ടച്ച് എനേബിൾഡ് ആണ്. ഇതിനോടൊപ്പം വരുന്ന ഇത്തരം പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പെൻ ഇല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ ഫീച്ചറുകളും കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം AI ബേസ്ഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വയം ചിന്തിക്കാനും നമ്മെ പഠിപ്പിക്കാനും കഴിയുന്ന ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇംപെക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന X സീരീസിലെ AI ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. അതായത് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ പോലെയൊക്കെ തന്നെ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റിലേക്ക് കാണുന്ന കണക്ക് ഇതുപോലെ വൈഫൈ ബ്ലൂടൂത്ത് ഒക്കെ എനേബിൾ ചെയ്യാനുള്ള ടോഗിളുകൾ, ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ടോഗിളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനി നമ്മൾ ഇവിടെ ഇടത് സൈഡിലേക്ക് വന്നത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മറ്റ് ചില ടൂളുകൾ കാണാം. അതേ ടൂളുകൾ തന്നെ നമുക്ക് ഇവിടെ വലത് സൈഡിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്താലും അതേ ടൂളുകൾ തന്നെ വരും. ഇനി ഇവിടെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ നിരവധി ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കാണാം. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് വന്നാൽ ഗൂഗിളിൻ്റെതായിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഗൂഗിൾ, അതുപോലെ ക്രോം, ജിമെയിൽ, ഗൂഗിൾ മാപ്പ്, ഈവൻ ഗൂഗിൾ മീറ്റ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഇതിന്റെ ഉപയോഗം, നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് ബോർഡ് വരും. ആ വൈറ്റ് ബോർഡിൽ ഈ തന്നിരിക്കുന്ന പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതുപോലെ ഹ്യൂമൻ ബോഡി എന്നതുപോലെ എഴുതി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഹ്യൂമൻ ബോഡി എന്നൊക്കെ ഇതുപോലെ എഴുതി പഠിപ്പിക്കുന്നതിന് മാത്രം ഈ ഒരു ഡിവൈസ് എന്തിനെന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതുക മാത്രമല്ല, നിരവധി AI ഫീച്ചറുകൾ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ റൂളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കോമ്പസ് എടുക്കാൻ സാധിക്കും. സാധാരണ ഒരു അധ്യാപകന് ഒരു ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ബോർഡിൽ ഒരു സർക്കിൾ വരയ്ക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമാണെന്ന് മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അറിയാം. എന്നാൽ ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നോക്കിയത് ഈ ഒരു കോമ്പസ് ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ട് നമുക്ക് ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എത്രത്തോളം വേണമെന്ന് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർക്കിൾ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു സർക്കിൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എത്ര സർക്കിളുകൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോമ്പസ് ഇതുപോലെ കൊണ്ടുവച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള റേഡിയസ് സെറ്റ് ചെയ്ത് സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു അധ്യാപനെ സംബന്ധിച്ച് എന്ത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് ഒരു മാത്സ് അധ്യാപകന് ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, മാത്സ് അധ്യാപകന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലെ എല്ലാ അധ്യാപകർക്കും ചെയ്യാനുള്ള പല പല ടൂളുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പസിന്റെ ഫംഗ്ഷനാലിറ്റി നമ്മൾ കണ്ടു. ഇനിയും നമ്മൾ ഈ റൂളർ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി മറ്റ് പ്രൊട്രാക്ടർ അങ്ങനെയുള്ള തുടങ്ങിയ മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടുന്ന നിരവധി ടൂളുകൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്കെയിൽ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു നോട്ട് എന്ന് പറയുന്ന ആപ്പിനകത്ത് വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്ന ഫീച്ചറാണ്. ഇപ്പം ഞാൻ ഷേപ്പ് എന്ന് പറയുന്ന ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 3D ആയിട്ടുള്ളതും അല്ലെങ്കിൽ 2D ആയിട്ടുള്ളതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന തരത്തിൽ ഒരു ഷേപ്പ് കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതേസമയം ഇത് ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു ബോർഡിൽ വരയ്ക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് മാത്രമല്ല, അത്തരത്തിൽ നിരവധി ആയിട്ടുള്ള ഷേപ്പുകൾ ഇതിനകത്തുണ്ട്. ആ വരയ്ക്കുന്ന ഷേപ്പിന്റെ കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ പല പല ഷേപ്പുകൾ നമുക്ക് പല സൈസിലും ഒക്കെ ആയിട്ട് വരച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫീച്ചറുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിനകത്ത് പെൻ ടൂളിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്പിലെ പെന്നുണ്ട്. ഇപ്പോൾ പെന്നുണ്ട്, അതുപോലെ പെൻസിൽ രീതിയിൽ എഴുതാനുണ്ട്, സ്മാർട്ട് പെൻ ഉണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ നേരത്തെ എഴുതിയതുപോലെ എന്തെങ്കിലും ഇതുപോലെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇറേസർ ഉണ്ട്, അതല്ലെങ്കിൽ ക്ലിയർ ഓൾ ഉണ്ട്. ഇനി നമുക്ക് ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ കൈ കൊണ്ടായിരുന്നു നമ്മൾ മായ്ക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു പാം ഉപയോഗിച്ചുകൊണ്ട് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ സാധാരണ അധ്യാപകന് ഒരു സാധാരണ ബോർഡിൽ എഴുതി മായ്ക്കുന്ന ആ ഒരു ഫീലോട് കൂടിയും നമുക്ക് ഇതിനകത്ത് എഴുതി മായ്ക്കാനും നമുക്ക് ഈ ഒരു പാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മായ്ക്കാനും ഒക്കെ സാധ്യമാണ്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പാർട്ടീഷൻ ആണ്. അതായത് ഈ ഒരു സ്മാർട്ട് ബോർഡിനെ പാർട്ടീഷൻ ചെയ്ത് ഇപ്പം ഒരു അധ്യാപകനും ഒരു കുട്ടിക്കും ഒരുമിച്ച് നിന്ന് രണ്ട് സൈഡിലായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ പാർട്ടീഷൻ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് വന്നാലേ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ചെറിയ ഒരു പാർട്ടീഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ രണ്ട് പേർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ എടുത്തുകൊണ്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളർ പാലറ്റ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബ്രൗൺ കളറും സെലക്ട് ചെയ്തു, ഇവിടെ ഗ്രീൻ കളറും സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അധ്യാപകന് ഈ പറഞ്ഞതുപോലെ ബ്രൗൺ കളറിൽ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് എഴുതാം, കുട്ടിക്ക് അതേ സമയം തന്നെ മറ്റൊരു കളറിൽ ഈ ഒരു പാർട്ടീഷനിലും എഴുതാൻ സാധിക്കും. ഇനി അംഗങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പാർട്ടീഷൻ നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ 2 മുതൽ ഇത്തരത്തിൽ 6 വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള
ആയിട്ടുള്ള പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് 6 വരെ ഉള്ള ആളുകൾ ഒരുമിച്ച് ഈ ഒരു സ്മാർട്ട് ബോർഡ് ഉപയോഗിക്കുന്നുള്ള ഫീച്ചർ വരെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ഇനിയും നിരവധി ടൂളുകളുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന AI ബോർഡ് എന്ന് പറയുന്ന അടുത്ത ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ AI ബോർഡിനകത്ത് നമുക്ക് ഇതുപോലെ പെൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും സാധാരണ രീതിയിൽ. എന്നാൽ അതിനുപരിയായിട്ട് നമുക്ക് കൂടുതൽ AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു മാത്സ് ഇക്വേഷൻ എഴുതുകയാണ്. 2x² + 3x - 2 = 0. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്സ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ ഒരു ഇക്വേഷൻ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. സാധാരണ ഈ ഒരു കാര്യം ഒരു അധ്യാപകൻ എഴുതി പഠിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പ് ഇവിടെ എഴുതിയിടേണ്ടതുണ്ട്. എന്നാൽ ഇത് വളരെ നിഷ്പ്രയാസം ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് എയുടെ സഹായത്തോടുകൂടി നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. അതിന് ഇവിടെ താഴെ AI എന്ന് പറയുന്ന ഒരു ടൂൾ കാണാം. ആ AI ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഇക്വേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്തിട്ടാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു എക്സിന്റെ വാല്യൂ കണ്ടെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അധ്യാപകന് വളരെ എളുപ്പമായി എന്ന് അർത്ഥം. കാണുന്ന കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് അത് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ 1/2 ഓർ -2 ആണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ കിട്ടിയെന്ന് കൃത്യമായിട്ട് അതിന്റെ സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സ് ഇക്വേഷനുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു അധ്യാപകന് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഇതിനകത്ത് എഴുതി എയുടെ സഹായത്തോടുകൂടി ഈ ഒരു AI ബോർഡ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് മാത്സിൽ വരുന്ന ഒരു സംഗതിയാണ്. ഇനി മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നവർക്കും ഈ ഒരു AI ബോർഡ് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബയോളജി ടീച്ചർ ഹാർട്ടിനെ കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ടീച്ചർ ഈ ബോർഡിനകത്ത് ഇത്തരത്തിൽ ഹാർട്ട് എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ ഈ ഒരു AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ വേർഡിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ AI ഇമേജ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ഹാർട്ടിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുന്നത് ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇവിടുന്ന് AI നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു അധ്യാപകന് ഈ കാര്യങ്ങൾ നോക്കി നമുക്ക് പഠിപ്പിക്കാം. ഇനി നമുക്കിപ്പോൾ ഹാർട്ടിന്റെ ഇമേജ് കാണിച്ചുകൊണ്ട് കുട്ടിയെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ ഹാർട്ടിൻ്റെതായിട്ടുള്ള നിരവധി ഇമേജുകൾ ഇവിടെ സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ആ ഓപ്പൺ ചെയ്ത ഇമേജിനെ ഞാൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇമേജ് ഇൻ ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോർഡിലേക്ക് ആ ഒരു ഹാർട്ടിന്റെ ഇമേജ് കൊണ്ടുവന്നു. നമുക്ക് നമ്മളുടെ ആ ഇഷ്ടാനുസരണം വലുപ്പത്തിലേക്ക് ഇതിനെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വിടാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡിലേക്ക് ഇപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇത് കാണുന്ന രീതിയിൽ ഈ ഒരു ഇമേജ് വലുതാക്കി വെച്ചതിന് ശേഷം അധ്യാപകന് ഈ ഒരു പെന്നിന്റെ സഹായത്തോടൊക്കെ കൂടി ഈ ഓരോ പാർട്സും ഒക്കെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തും ഒക്കെ അധ്യാപകന് നിന്ന് പഠിപ്പിക്കുന്നതിന് വളരെ എളുപ്പമായി. സാധാരണഗതിയിൽ ഒരു ബോർഡിൽ അധ്യാപകൻ ഈ ഒരു ഹാർട്ടിന്റെ പടം വരച്ച് പഠിപ്പിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് ആലോചിക്കുക എന്തുമാത്രം സമയം എടുക്കും. ഇനി വരയ്ക്കാൻ അറിയാവുന്ന അധ്യാപകനാണെങ്കിൽ പോലും എന്തുമാത്രം ടൈം എടുക്കും എന്നറിയാം. ഇത് വളരെ ഈസി ആയിട്ട് കണ്ടില്ലേ നമുക്ക് ഓൺലൈനിൽ നിന്ന് നമുക്ക് ആ ഒരു ഹാർട്ടിന്റെ പടം വളരെ ഒറിജിനാലിറ്റിയിലൂടെ നമുക്ക് എടുത്തുകൊണ്ട് കുട്ടിയെ കൃത്യമായിട്ട് ഇത് ഹാർട്ട് മാത്രമല്ല കേട്ടോ എന്ത് കാര്യം പഠിപ്പിക്കണമെങ്കിലും ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം ഹാർട്ടിന്റെ അടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഏത് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് എയുടെ സഹായത്തോടുകൂടി ഇന്ററാക്ട് ചെയ്ത് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുന്നതിന് ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു AI ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമേജും മാത്രമല്ല ഇവിടെ ഉള്ളത്, കൂടാതെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, അതുപോലെ MCQ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ ക്വസ്റ്റ്യൻ, അതുപോലെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതുപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എയുടെ സഹായത്തോടുകൂടി ലഭിക്കും. ഇതിനകത്തുള്ള AI ലേണിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു സർപ്രൈസ് ടെസ്റ്റ് നടത്തണം. അധ്യാപകൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൾറെഡി തയ്യാറാക്കിയതില്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനൊക്കെ ഉള്ള സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം കണ്ട സാധാരണ നോട്ട് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഒന്നുകൂടെ ആ ആപ്ലിക്കേഷനിൽ ഞാൻ തിരിച്ചു വന്നു. നമുക്ക് ഈ പെൻ വെച്ച് എഴുതുമ്പോൾ അതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ പെൻ വെച്ച് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്നു. ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ബാക്ക് സൈഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് ഈ പെന്നിന്റെ ഫ്രണ്ടും ബാക്കും ഉപയോഗിച്ചുകൊണ്ട് ടിപ്പ് ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ എഴുതാൻ സാധിക്കും. അത് രണ്ട് കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പെൻ ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ കളർ ഏത് വേണമെന്നും അതുപോലെ ബാക്ക് ഭാഗത്തിൻ്റെ കളർ ഏത് വേണമെന്നും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് രണ്ട് കളർ നമുക്ക് സെലക്ട് ചെയ്തിടാം. അപ്പോൾ അദ്ദേഹം ഇതുപോലെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു കളറിൽ എഴുതണമെങ്കിൽ തിരിച്ച് ബാക്ക് സൈഡ് വെച്ച് എഴുതിയാൽ മതി. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഹാർട്ട് എന്ന് ഇതുപോലെ എഴുതുന്നു. ഈ എഴുതിയതിന് ശേഷം ഞാൻ സെലക്ട് ടൂൾ എടുത്ത് ഞാൻ ആ ഒരു ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്മാർട്ട് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ടെക്സ്റ്റ് കൃത്യമായിട്ട് ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതിയ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ സ്മാർട്ടായിട്ട്
ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എഴുതിയത് കണ്ടില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അധ്യാപകർ ഇതുപോലെ ബോർഡിൽ എഴുതുന്നത് കുട്ടികൾക്ക് വായിക്കാൻ പാടാണെങ്കിൽ അത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ സ്മാർട്ട് റൈറ്റ് വഴി നമുക്ക് കൺവേർട്ട് ചെയ്ത് റീഡബിൾ രീതിയിൽ ടെക്സ്റ്റിലേക്ക് കൃത്യമായിട്ട് ഇതുപോലെ മാറ്റിയെടുക്കുന്നതിനും ഈ ഒരു ബോർഡിൽ സാധ്യമാണ്. അതുപോലെ ഈ ഒരു നോട്ട് ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന നോട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് അധ്യാപകർക്ക് ഇതിൽ തയ്യാറാക്കുന്ന നോട്ടുകൾ കുട്ടികൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഈ ഒരു ഡിവൈസിൽ നിന്ന് തന്നെ ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഷെയർ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ വഴിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് പിന്നീട് വേറൊരു നോട്ട് എഴുതേണ്ട, അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ നോട്ട് ഇതുപോലെ തന്നെ നമുക്ക് PDF ആയിട്ടൊക്കെ നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാനുമുള്ള സംവിധാനം ഈ ഒരു ഡിവൈസിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ വൈറ്റ് കളറിലാണ് ഈ ഒരു ബോർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണ്ടത്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, തീംസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ ടെംപ്ലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിന്റെ ടെംപ്ലേറ്റ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ലൈൻസ് ഉള്ള ടൈപ്പ് ടെംപ്ലേറ്റ് എടുക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കാം. ഇനി ഇപ്പോൾ പ്ലെയിൻ കളർ മതിയെങ്കിൽ അത് എടുക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ, ഇപ്പോൾ ബ്ലാക്ക് കളർ ബോർഡിൽ എഴുതി ശീലിച്ചവർക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ബോർഡ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ഒരു ബോർഡിൽ നമ്മൾ എഴുതുന്നതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് നോർമൽ നോട്ട് ആപ്ലിക്കേഷനിലും അതുപോലെ AI ബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ, അതായത് ഇതിപ്പോൾ X സീരീസിന്റെ ബേസ് വേരിയന്റ് ആണ്, ഇതിൽ നിന്ന് ഹയർ വേരിയന്റ് മോഡലുകളുണ്ട്. അതിലൊക്കെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് സ്പീക്കർ ട്രാക്കിംഗ് ഫീച്ചർ. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വീഡിയോ കോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത്തരത്തിൽ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കോൺഫറൻസ് റൂമിൽ നിന്ന് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ മൂവ്മെന്റ് അനുസരിച്ച്, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഇതിന്റെ ക്യാമറ വഴി അയാളെ ട്രാക്ക് ചെയ്യും. കൃത്യമായിട്ട് അയാളെ ഫോക്കസ് ചെയ്ത്, ഒരു ക്യാമറമാൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന ആളെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ക്യാമറ അതനുസരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുടെ വിഷ്വലുകൾ കൃത്യമായിട്ട് ഇത് കാണിച്ചുകൊണ്ടുള്ള ആ സ്പീക്കർ ട്രാക്കിംഗ് ഫീച്ചർ പോലും ഇതിന്റെ ഹയർ മോഡലുകളിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നഴ്സറി ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഇതിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഞാൻ മാറ്റി, ഉദാഹരണത്തിന് 8th സ്റ്റാൻഡേർഡ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് സബ്ജക്റ്റ് വേണം, ഇപ്പം ഞാനൊരു മാത്സ് കൊടുത്തു, ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ ഏത് ബുക്കാണ് വേണ്ടുന്നത്, ഇപ്പോൾ CBSE ആണെങ്കിൽ CBSE ഞാനിപ്പോൾ കൊടുത്തു. അതിൽ ആ ഒരു മാത്സിൻ്റെ CBSE 8th സ്റ്റാൻഡേർഡിലെ ഏത് ചാപ്റ്റർ വേണം, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ വേണമെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 8ാം ക്ലാസ്സിലെ മാത്സിലെ CBSEയിലെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലെസൺ പ്ലാൻ, അതുപോലെ സ്റ്റഡി നോട്ട്, കീ പോയിന്റ്സ്, കീ ടേംസ്, റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് വേണ്ട അതിന്റെ ഒരു ഫൺ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിരവധി ക്ലാസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നഴ്സറി മുതൽ +2 വരെയുള്ള സ്റ്റുഡൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഇതിനകത്ത് പ്രീ ലോഡഡ് ആണെന്ന് ചുരുക്കം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ ചെയ്യാവുന്ന പല എക്സ്പെരിമെന്റുകളും നമുക്ക് ഇതിനകത്ത് വെർച്വലി അപകടരഹിതമായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കെമിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ pH ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി സൊല്യൂഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ആസിഡ്, ബ്ലഡ്, ചിക്കൻ സൂപ്പ്, കോഫി, ഇങ്ങനെ നിരവധി സൊല്യൂഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോഫി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കോഫി നമ്മൾ ഈ ഒരു ബീക്കറിലേക്ക് ആഡ് ചെയ്യാണ്. എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കോഫി നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി ആ ഒരു കോഫിയിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അത് വാട്ടർ ആഡ് ചെയ്തു. ഇനി ഇതിന്റെ pH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു pH മീറ്ററിന്റെ ഈ കാണുന്ന ഒരു ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. അതിന്റെ pH വാല്യൂ ഇവിടെ 5.27 ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ കോഫിയുടെ ആണ് ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പല സൊല്യൂഷന്റെ pH നമുക്ക് കണ്ടെത്താം. ഇത് കെമിസ്ട്രിയിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതുപോലെ ഫിസിക്സ്, മാത്സ്, ബയോളജി തുടങ്ങി പല സബ്ജക്റ്റിലെയും പല എക്സ്പെരിമെന്റുകളും ഇതുപോലെ സ്കൂൾ, കോളേജ് ലാബുകളിൽ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് യാതൊരുവിധ അപകടവും ഇല്ലാതെ ഈസി ആയിട്ട് വെർച്വലി ചെയ്ത് അതിന്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഗൂഗിൾ EDLA സർട്ടിഫൈഡ് ആണ്. അതായത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ആപ്പുകൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ കോൾ സംവിധാനം, കോൺവെർസേഷൻ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതുപോലെ യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ്, നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് പ്ലേ സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കമ്പാറ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനകത്ത് ഉപയോഗിക്കാം. യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തായിട്ട് കണക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ മീറ്റിംഗ് നടത്തുന്ന ആൾ അദ്ദേഹത്തിന്റെ ഫോണിലുള്ള കാര്യങ്ങൾ ഇതിലേക്ക് പ്രൊജക്ട് ചെയ്യണം വയർലെസ്ലി, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ടാബ് ഇതിലേക്ക് പ്രൊജക്ട് ചെയ്യണം വയർലെസ്ലി. അതിനുള്ള സംവിധാനവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ഷെയർ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ എയർപ്ലേ ഉണ്ട്. അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചാലും ഐഫോൺ ഉപയോഗിച്ചാലും നിങ്ങളുടെ ഫോണിനെ വയർലെസ്ലി, ഫോണിനെയോ ടാബ്ലറ്റിനെയോ വയർലെസ്ലി ഈ ഒരു ഡിവൈസുമായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ സ്ക്രീൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് സ്ക്രീൻ ഈ ഒരു ഡിവൈസിൽ കാണിക്കാൻ സാധിക്കും. എനിക്ക് ഈ ഒരു ഡിവൈസിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറുണ്ട്, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറുണ്ട്. അതായത് നമുക്ക് ഇതിപ്പോൾ ഈ ഒരു ഡിവൈസ് എടുത്ത് കഴിഞ്ഞാൽ ഇതൊരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ
വർക്ക് ചെയ്യുന്നതാണല്ലോ. നമ്മുടെ ലാപ്ടോപ്പ് ഈ ഒരു ഡിവൈസുമായിട്ട് HDMI കേബിൾ വഴി കണക്ട് ചെയ്യാൻ സാധിക്കും. HDMI കേബിളിന്റെ കണക്ടിവിറ്റിയെ പറ്റി പറഞ്ഞത് ഇവിടെ ഫ്രണ്ടിലാണ് ഇത്തരത്തിൽ നിരവധി പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. HDMI പോർട്ട് ഉണ്ട്, അതുപോലെ USB കണക്ട് ചെയ്യാവുന്ന 2 പോർട്ട് ഉണ്ട്, അതുപോലെ ടച്ച് കേബിൾ കൊടുക്കാനുള്ള ഒരു പോർട്ടും ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ലാപ്ടോപ്പ് HDMI വഴി ഇതിനകത്ത് കണക്ട് ചെയ്താൽ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഇതിനകത്ത് കാണും. ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം വരുന്ന ടച്ച് കേബിൾ എന്ന് പറയുന്ന ഒരു കേബിൾ ഉണ്ട്, അതുകൂടി ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ കണക്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് ആ ലാപ്ടോപ്പിൽ നിന്ന് കാണുന്ന സ്ക്രീൻ ഇവിടെ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ലാപ്ടോപ്പ് നമ്മൾ ഈ ഒരു ഡിവൈസായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ പോയിരുന്ന് വർക്ക് ചെയ്യേണ്ട, നമുക്ക് പകരം ഇവിടെ നിന്നുകൊണ്ട് ആ ലാപ്ടോപ്പ് സ്ക്രീനെ നമുക്ക് ടച്ച് സ്ക്രീൻ പോലെ ആക്കി മാറ്റി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഡിവൈസ് വഴി ആ ലാപ്ടോപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു PPT നിങ്ങൾ തയ്യാറാക്കി കുട്ടികളെ കാണിക്കണമെങ്കിൽ ആ PPT നിങ്ങളുടെ ലാപ്ടോപ്പിനകത്താണെങ്കിൽ ആ ലാപ്ടോപ്പ് ഇതുപോലെ ഈ ഒരു ഡിവൈസ് വഴി HDMIയും ടച്ച് കേബിളും വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പിന്റെ എൻ്റെ സ്ക്രീൻ നമുക്ക് ഇതിനകത്ത് ഫുൾ സ്ക്രീനിൽ കാണാം. ആ PPT ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് PPT നാവിഗേഷൻ എല്ലാം ഇവിടെ ഈ പെൻ കൊണ്ടോ കൈ കൊണ്ടോ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ഫീച്ചറായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ഡിവൈസിനകത്ത് ഇതുപോലെ ഫ്രണ്ടിൽ പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ബാക്കിലും പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിവൈസുകൾ എക്സ്റ്റേണൽ ഡിവൈസൊക്കെ കണക്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന പോർട്ടുകൾ ഉപയോഗിക്കാം. അതല്ല ഇപ്പൊ ടേബിൾ മൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിൽ നിന്നാണ് മറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിലെ പോർട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിന്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2 ആന്റിന് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇതിന്റെ വൈഫൈ റിസീവിംഗ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു 2 ആന്റിന് ഈ ഒരു ഡിവൈസിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് ഇതിന്റെ ബാക്കിൽ OPS കണക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്താണ് OPS കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിവൈസിനെ ഒരു സ്റ്റാൻഡ് ലോൺ വിൻഡോസ് PC ആക്കി വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. പിന്നീട് ഒരു വിൻഡോസ് കമ്പ്യൂട്ടർ പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. i7 വരെയുള്ള OPS സപ്പോർട്ടും ഈ ഒരു ഡിവൈസ് നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ടിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, ഹാർട്ടിന്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് കാണിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, പഠനം എത്രത്തോളം കുട്ടികൾക്ക് രസകരമായി മാറുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു ഹാർട്ടിനെ കുറിച്ച് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ അതിന്റെ വീഡിയോ വന്നു. അത് ഈ ഒരു സൈഡിൽ കാണിച്ചുകൊണ്ടാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പഠിപ്പിക്കാൻ മാത്രമല്ല കേട്ടോ, ഇത് ഈ പറഞ്ഞ പോലെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ അവരുടെ മീറ്റിങ്ങുകൾ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ ഇത്തരം പല ഫീച്ചറുകളും നമുക്ക് ഈ ഒരു ഡിവൈസ് വഴി ഉപയോഗിക്കാനാകും. സാധാരണ ടാബ്ലറ്റിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഇതിനകത്ത് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഒരു ഹാഫ് സൈഡിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഈ ഒരു 2 സെക്ഷനിലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഒരു സൈഡിൽ യൂട്യൂബ്, ഇവിടെ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും നോട്ട് ടേക്കിംഗ് ആപ്പ്, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്തും നമുക്ക് ഈ ഡിവൈസിനെ ഉപയോഗിക്കാം. ഇത്രയും AI ഫീച്ചറുകളൊക്കെ ഇല്ലാത്ത ചില സ്മാർട്ട് ബോർഡുകളൊക്കെ പലതും മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷേ ഇംപെക്സിൽ കാണുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഇവർ ആൾറെഡി നമുക്കറിയാമല്ലോ സ്മാർട്ട് TV, നമ്മൾ തന്നെ നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ ഇംപെക്സിന്റെ സ്മാർട്ട് TV പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് നിരവധിയായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇംപെക്സ് പുറത്തിറക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 25 വർഷത്തോളമായി കേരളത്തിൽ നിലകൊള്ളുന്ന ഒരു ബ്രാൻഡാണ് ഇംപെക്സ്. മാത്രമല്ല കേരളത്തിലുടനീളം ഏകദേശം 24ഓളം സർവീസ് സെന്ററുകളും അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഇംപെക്സിന്റെ പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞുള്ള ഗുണം എന്ന് പറയുന്നത് സർവീസിന് നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇത്രയും സർവീസ് സെന്റർ ഉള്ളതുകൊണ്ട് തന്നെ ആൾറെഡി മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സർവീസിലൊന്നും യാതൊരു വിഷയം വരില്ലെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഡിവൈസ് 4 വ്യത്യസ്ത സൈസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 55 ഇഞ്ച്, 65 ഇഞ്ച്, 75 ഇഞ്ച്, 86 ഇഞ്ച്, ഇങ്ങനെ 4 വ്യത്യസ്ത സൈസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന റൂം സൈസ് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ് റൂമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ മീറ്റിംഗ് റൂം ഒക്കെ ആണെങ്കിൽ 55 ഇഞ്ച് മതി. എന്നാൽ കുട്ടികളുടെ എണ്ണം കൂടുതൽ, വലിയ ക്ലാസ് റൂം, വലിയ മീറ്റിംഗ് റൂം, അതനുസരിച്ച് ഡിസ്പ്ലേ സൈസും വലുത് നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ASI TFT LCD പാനലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ അൾട്രാ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഗ്ലെയർ ഇല്ല, ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കാര്യങ്ങൾ എഴുതുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒരു ബോർഡിൽ എഴുതുന്ന ആ ഒരു ഫീലിൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 450 നിറ്റ്സ് ആണ്. നമ്മളിവിടെ വളരെ കുറച്ചിട്ടാണ് ഇതിന്റെ ബ്രൈറ്റ്നസ് ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ വ്യൂയിങ് ആംഗിളിനെ പറ്റി പറഞ്ഞാൽ 178 ഡിഗ്രിയാണ് ഇതിന്റെ ഒരു വ്യൂയിങ് ആംഗിൾ. അപ്പോൾ ക്ലാസ്സിൽ ഏകദേശം ഈ ഒരു ഡിവൈസിൽ നിന്ന് ഒരു 178 ഡിഗ്രിയിൽ സൈഡിലിരിക്കുന്ന കുട്ടികൾക്ക് പോലും കാണത്തക്ക രീതിയിലുള്ള ഒരു വ്യൂയിങ് ആംഗിൾ ഈ ഒരു ഡിവൈസിനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന്റെ എളുപ്പം കൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ സൈസായിട്ടുള്ള 55 ഇഞ്ചാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ 86 വരെയുള്ള വലിയ സൈസ് മോഡലുകൾ ഇതിന് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിന്റെ വലിപ്പം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വലിയ ക്ലാസ് ഒക്കെ ആണെങ്കിൽ 86 വരെയുള്ള വലിയ തരം ഡിവൈസും ഇംപെക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് 24 മാസത്തെ EMI വഴി വാങ്ങാനുള്ള ഒരു ഓപ്ഷനും ഇംപെക്സ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺ ടൈം ആയിട്ട് നമുക്ക് ഇത്രയും പേയ്മെന്റ് കൊടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കാത്തവർക്ക് 24 തവണകളായിട്ട് പേയ്മെന്റ് കൊടുത്തും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ ഇതിന്റെ വാറന്റി നമുക്ക് 3 ഇയർ വരെയുള്ള വാറന്റിയാണ് ഇംപെക്സ് ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നത്. അതും ഓൾ ഇന്ത്യ ലെവൽ വാറന്റിയാണ് ഈ ഒരു ഡിവൈസിന് ഇംപെക്സ് നൽകുന്നത്. അപ്പോൾ ആർക്കാണ് ഈ ഒരു ഡിവൈസ് ആവശ്യമാകുന്നത്? ഇത് ഈ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ നിങ്ങൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ രസകരമായി അവർക്ക് യാതൊരു ബോറും
ഒന്നുമില്ലാതെ സാധാരണ കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കാൻ ഈ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ കോർപ്പറേറ്റ് ഓഫീസുകൾ, ഈ പറഞ്ഞ വലിയ വലിയ ഓഫീസുകളിലൊക്കെ മീറ്റിംഗ് നടത്തുന്നതിനും വീഡിയോ കോൾ കോൺവെർസേഷനൊക്കെ ഇതുപോലെ നമുക്ക് വോൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത്തരത്തിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങൾ, പ്രസന്റേഷൻ, മീറ്റിംഗിന്റെ ബിസിനസ് അനാലിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ, അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച്, ഞാൻ പറഞ്ഞല്ലോ, ഇത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക്, അതായത് സ്കൂളിലേക്ക്, കോളേജുകളിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത് വ്യത്യസ്ത മോഡലുകളിൽ ഇറക്കുന്നുണ്ട്. എക്സ് ലേൺ എന്ന് പറയുന്ന ഒരു മോഡൽ നെയിമിലുണ്ട്, അതുപോലെ എക്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ നെയിമിലും ഉണ്ട്. ഓരോ മോഡൽ നെയിമിലും വ്യത്യസ്ത സൈസിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കാം. ഇതുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു ഗാഡ്ജറ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.